പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കുറേ ദിവസങ്ങളായി ഒരു പുതിയൊരു ചാപ്റ്റർ, കുറേ ദിവസമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് അല്ലേ. പ്രൊഡക്ഷൻ എന്താണ്, ഉൽപ്പാദനം എന്താണ്, ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഉൽപ്പാദനം എന്നാൽ എന്താണ്. ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് പഠിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഈസ് ദി ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി, അല്ലെങ്കിൽ യൂട്ടിലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയെ പ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ തിങ്സ്. പുതിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ്, ഒരു പ്രോസസ്സിനെയാണ്, ഒരു പ്രക്രിയയാണ്, ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്ന പ്രവർത്തനത്തെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പഠിച്ചു. Q ഈസ് ദി ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2. അവിടെ Q എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്നാണ് അർത്ഥം. F1 ആൻഡ് F എന്ന വാക്കിൻ്റെ അർത്ഥം ഫംഗ്ഷണൽ റിലേഷൻ എന്നാണ്. x1 ആൻഡ് x2 എന്ന് വെച്ചാൽ ഇൻപുട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെയാണ് നമ്മൾ x1 x2 എന്ന് വിളിക്കുക. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. എന്താണത്? ഐസോക്വാൺസിന്റെ മീനിങ്ങും പ്രോപ്പർട്ടീസുമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 3 മാർക്കിനെ ചോദിച്ചേക്കാം. ഐസോക്വാണ്ട് എന്ന കാര്യം ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പം വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐസോക്വാൺസ്. എന്താണ് ഐസോക്വാൺസ്? ഐസോ എന്ന വാക്കിന്റെ അർത്ഥം ഈക്വൽ എന്നാണ് അർത്ഥം. ഈക്വൽ. ഐസോ എന്ന വാക്കിന്റെ അർത്ഥം, ഐസോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുവെന്നല്ല, ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലല്ല പറയുന്നത്. ഐസോ എന്ന വാക്കിന്റെ അർത്ഥം ഈക്വൽ എന്നാണ്. ക്വാണ്ട് എന്ന വാക്കിന്റെ അർത്ഥം QUANT. ക്വാണ്ട് എന്ന വാക്കിന്റെ അർത്ഥം പ്രൊഡക്റ്റ് എന്നാണ്. പ്രൊഡക്റ്റ്, ഉൽപ്പന്നം. അതായത് അപ്പോൾ ഐസോക്വാണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ ദാറ്റ് വാട്ട് ഈസ് ഐസോക്വാണ്ട്? ഐസോക്വാണ്ട് മീൻസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ, തുല്യം. ക്വാണ്ട് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഐസോക്വാണ്ട് ഈസ് ഈക്വൽ ടു ഐസോക്വാണ്ട് സമം ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. ഈക്വൽ പ്രൊഡക്റ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു കർവിനെയാണ് നമ്മൾ ഐസോക്വാണ്ട് എന്ന് വിളിക്കുക. ഐസോക്വാണ്ട്സ് ആർ those curves which will be giving equal product to a producer. ഒരു പ്രൊഡ്യൂസറിനെ തുല്യ അളവിലുള്ള പ്രൊഡക്റ്റ് നൽകുന്ന, ഉൽപ്പന്നം നൽകുന്ന കർവിനെയാണ് നമ്മൾ ഐസോക്വാണ്ട് എന്ന് പറയുക. once again I will be telling that equal products curves are those curves which will be giving. അത് നൽകുന്നു. അത് ആർക്ക് നൽകുന്നു? It will be giving to producer. പ്രൊഡ്യൂസറിനാണ് നൽകുന്നത്. It will be giving something to പ്രൊഡ്യൂസറിനാണ് നൽകുന്നത്. എന്ത് നൽകുന്നത്? ഈക്വൽ പ്രൊഡക്റ്റ്, തുല്യ അളവിലുള്ള ഉൽപ്പന്നം നൽകുന്ന കർവുകളെ വിളിക്കുന്ന പേരാണ് ഈ ഐസോക്വാണ്ട് അഥവാ ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐസോക്വാണ്ട്സ് ആർ ദോസ് കർവ് വിച്ച് വിൽ ബി ഗിവിംഗ് ഈക്വൽ പ്രൊഡക്റ്റ് ടു എ പ്രൊഡ്യൂസർ. കൺസ്യൂമർ അല്ല, ഇവിടെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ടാണ്, പ്രൊഡ്യൂസറിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുക. അപ്പോൾ ഈക്വൽ പ്രൊഡക്റ്റ് കർവ് എന്താണെന്ന് അതിന്റെ മീനിങ് അടക്കം ഞാൻ പറഞ്ഞു തന്നു. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിന്റെ പ്രത്യേകതകൾ. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ്? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ എന്നർത്ഥം. പ്രോപ്പർട്ടി എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകതകൾ. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഓൾവേസ് കോൺവെക്സ് ഇൻ ഷേപ്പ്. കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഉണ്ടാവുക. ഈക്വൽ പ്രൊഡക്റ്റ് കർവ്സ് ആർ ഓഫ് കോൺവെക്സ് ഇൻ ഷേപ്പ്. കോൺവെക്സ് ആകൃതിയിലായിരിക്കും ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഉണ്ടാവുക. ഏകദേശം നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 2ാം പാഠത്തിൽ നമ്മൾ പഠിച്ച ഇൻഡിഫറൻസ് കർവ് എന്ന ഭാഗവുമായി ഏകദേശം ഒരു കണക്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇൻഡിഫറൻസ് കർവും കോൺവെക്സ് ഇൻ ഷേപ്പാണ്. അതുപോലെ തന്നെ ഇവിടെയും ഐസോക്വാണ്ട് കോൺവെക്സ് ഇൻ ഷേപ്പാണ്. 2ാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇറ്റ് സ്ലോപ്സ് ഫ്രം. ഏതാണ്? വാട്ട് ഈസ് ഇറ്റ് ഹിയർ? എവിടെയാണ്? എന്താണ് ഇവിടെ ഇറ്റ് എന്ന് പറയാം? എന്താണ് ഇത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുക? അതായത് ഐസോക്വാണ്ട് സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും, ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് മാറി കാണപ്പെടുന്ന കർവുകളാണ് ഏത് കർവുകൾ? ഐസോക്വാണ്ട് കർവുകൾ. ഐസോക്വാണ്ട് ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. സമ ഉൽപ്പന്ന വക്രം എന്നാണ് ഇതിന്റെ മലയാളം. സമ ഉൽപ്പന്ന വക്രം. എന്തുകൊണ്ടാണ് സമ ഉൽപ്പന്ന വക്രം എന്ന് വിളിക്കുക? ഒരു പ്രൊഡ്യൂസറിനെ, ഒരു ഉൽപാദകനെ
തുല്യ അളവിലുള്ള ഒരു ഉൽപാദകന് തുല്യ അളവിലുള്ള ഉൽപ്പന്നം നൽകുന്ന വക്രങ്ങളെ ആണ് നമ്മൾ സമ ഉൽപ്പന്ന വക്രം എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഐസോപാഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി സേസ് ദാറ്റ് isopods are convex in shape. Always they are always convex in shape. എപ്പോഴും കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഐസോപോഡ്സ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഇറ്റ് ഓൾവേസ് സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചരിഞ്ഞു കാണപ്പെടുന്ന കർവുകളാണ് ഏത് കർവുകൾ? ഈ ഐസോപോഡ് കർവുകൾ. നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം, they will never intersect. They will never intersect. അവ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അവ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇത് ഏകദേശം നമ്മളുടെ ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട അതേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ ദേ വിൽ നെവർ ഇന്റർസെക്ട്. അവ പരസ്പരം ഏവയാണ്? ഏവ പരസ്പരം അവ എന്ന് വെച്ചാൽ ഇവിടെ എന്താ? ഈ ഐസോപോഡ്സ് വിൽ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അവ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന്റെ കർവിന്റെ ഒരു ചിത്രം ഇവിടെ വരയ്ക്കുകയാണ്. കർവിന്റെ ചിത്രം ഇവിടെ വരയ്ക്കുകയാണ്. സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഡ്രോ. വളരെ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ വേണ്ടി. ഞാൻ വരയ്ക്കുകയാണ്. ഇത് സാധാരണ ഡയഗ്രാമുകൾ വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം. ആസ് യു നോ വി നീഡ് 2 ആക്സസ്. 2 ആക്സസുകൾ വേണം. 2 ആക്സിസ് അല്ല, ഒരു ആക്സിസും എന്നും രണ്ടെണ്ണം ആകുമ്പോൾ ഒരു ആക്സസ് എന്നാ പറയുക. AXES ആക്സസ് എന്നാ പറയുക. 2 അക്ഷങ്ങൾ വരയ്ക്കുക. ഇനി നമ്മൾ ഐസോക്വാഡ് വരയ്ക്കണമെങ്കിൽ എക്സ് അക്ഷം വരച്ചു, വൈ അക്ഷം വരച്ചു. എക്സിന് നമ്മൾ എന്താണ് ഏർപ്പെടുത്തുന്നത്? ഫാക്ടർ 1 ഘടകം. ഫാക്ടർ എന്ന് വെച്ചാൽ ഘടകം എന്നാണ് അർത്ഥം. ഘടകം 1 ഘടകം 2. ഫാക്ടർ 2 ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഫാക്ടർ 1 ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഫാക്ടർ 2 ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഐസോക്വാഡ് വരയ്ക്കുന്നു. ഇതാ നേരത്തെ ഇൻഡിഫറൻസ് കർവ് വരച്ച പോലെയാണ്. ഒന്നാമത്തെ വരയ്ക്കുന്നു, രണ്ടാമത്തെ വരയ്ക്കുന്നു. ഇതിന് IQ1 എന്നും, IQ എന്ന് വെച്ചാൽ I എന്ന് വെച്ചാൽ ഐസോയുടെ ഐയും Q1 ക്യൂബ്, IQ1 IQ2 IQ3 എന്നിങ്ങനെ വരയ്ക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഈസി അല്ലേ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം, അതുപോലെ ഇതിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതുമായി അത്ര ബന്ധമൊന്നുമില്ലാത്ത മറ്റൊരു കാര്യം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ബോത്ത് മൈക്രോ ആൻഡ് മാക്രോയിൽ, മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഫാക്ടറികളെയാണ്, ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. അവ 4 ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഉണ്ട്. അതിൽ ഒന്നാണ് ഏതാണ്? ലാൻഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്. അടുത്താണ് ലേബർ. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ. നിങ്ങൾ പഠിച്ചാണ്, മാക്രോയിൽ പഠിച്ചു കാണും. ക്യാപിറ്റൽ. നെക്സ്റ്റ് ഏതാണ്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ്, എന്റർപ്രണർ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓഫ് 4. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓഫ് 4 ടൈപ്സ്. 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇവയെല്ലാം ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഉൽപാദനത്തെ സഹായിക്കുക എന്ന് വെച്ചാൽ ഒരു ഉൽപാദനം നടക്കണമെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം നടക്കണമെങ്കിൽ, ആ ബിസിനസ് സ്ഥാപനം തുടങ്ങി അതിൻ്റെ ഉൽപാദനം നടക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരേപോലെ വരണം. ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇത് 4 ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടത്താൻ പറ്റും? അവിടെ നല്ല രീതിയിലുള്ള ഉൽപാദനം നടത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലാൻഡ്, നമുക്ക് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ഓർഗനൈസർ, ഒരു സംരംഭകൻ, ഒരു തൊഴിൽ സംരംഭകൻ വിദേശത്ത് നിന്നും ഗൾഫിൽ നിന്നും വന്ന് നാട്ടിലൊരു ബിസിനസ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അയാൾക്ക് എന്ത് വേണം? ബിസിനസ് നടത്തണമെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആദ്യമായി നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനമാണ്, ഒരു വലിയ ബിൽഡിംഗ് ആണ് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ ബിൽഡിംഗ് സ്ഥാപിക്കണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് വേണം? ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് വേണം? അയാൾക്ക് വേണ്ട ഫസ്റ്റ് കാര്യമാണ് ലാൻഡ് വേണം. ഭൂമിയില്ലാതെ
ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലമില്ലാതെ അയാൾക്ക് എന്ത് തുടങ്ങാൻ പറ്റില്ല? ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പം ലാൻഡ് വാങ്ങണമെങ്കിൽ ലാൻഡ് വാങ്ങണം. ലാൻഡ് വാങ്ങിയാൽ മാത്രമേ അയാൾക്ക് അവിടെ ബിൽഡിംഗ് കെട്ടാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? ബിൽഡിംഗ് മാത്രം മതിയോ? അവിടെ എന്ത് വേണം? ഹി നീഡ്സ് ലേബർ, തൊഴിലാളികളെ, തൊഴിൽ ശക്തി വേണം. തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പണിയെടുക്കാൻ പറ്റൂ, ആ കമ്പനിയിൽ പണി നടക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്ത് വേണം? ഇതിനെല്ലാത്തിനും ഉപരിയായി എന്ത് വേണം? ഏറ്റവും ഉപരിയായി ലാൻഡ് വാങ്ങണമെങ്കിലും ലേബറിന് ശമ്പളം കൊടുക്കണമെങ്കിലും കൂലി കൊടുക്കണമെങ്കിലും എന്ത് വേണം? ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയും. മൂലധനം അഥവാ നമ്മൾ എന്ത് പറയാം? പണം വേണം. ഈ പണം ഉണ്ടെങ്കിൽ മാത്രമേ, ഈ പണം അഥവാ മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ലാൻഡ് വാങ്ങാനും അതുപോലെ ലേബറിന് സാലറിയോ കൊടുക്കണമെങ്കിൽ, കൂലിയോ ശമ്പളമോ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ ക്യാപിറ്റൽ വേണം. ഓർഗനൈസേഷൻ വെച്ചാൽ എന്ത് വേണം? ഓർഗനൈസേഷൻ വെച്ചാൽ എന്താണ്? അത് സംഘാടനത്വം. ഒരാൾ ഇതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി, ഇതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി, സംഘാടകത്തിന് ഇതെല്ലാം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ വേണം. അപ്പം ഇങ്ങനെ ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുക. ലാൻഡ് എന്നതിനെ മലയാളത്തിൽ പറയുക ഭൂമി. ലേബറിനെ വിളിക്കുക തൊഴിൽ എന്നും, അല്ലെങ്കിൽ തൊഴിലാളി എന്നും. ഓർഗനൈസേഷൻ വിളിക്കുക മൂലധനം, ക്യാപിറ്റലിനെ വിളിക്കുക മൂലധനം എന്നും, ഓർഗനൈസേഷനെ വിളിക്കുക സംഘാടകത്വം എന്ന് വിളിക്കുക. അപ്പോൾ ഇത് 4 ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഉൽപാദന ഘടകങ്ങളാണ്. ഒരു ഉൽപാദനത്തിന് ആവശ്യം വേണ്ടുന്ന അത്യാവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം ഓരോ റിവാർഡുകളും ഉണ്ട്. റിവാർഡ് എന്ന് വെച്ചാൽ പ്രതിഫലം. ഇതിനെല്ലാത്തിനും റിവാർഡ് എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. ഇപ്പം ലാൻഡിനാണെങ്കിൽ, ലാൻഡ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് കാലത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് കാലത്തേക്ക് നമ്മൾ ഒരാൾക്ക് ലാൻഡിന് നമ്മൾ കൊടുക്കുക. നമ്മൾ എന്തിനു കൊടുക്കുക എന്ന് മലയാളത്തിൽ പറയാം? പാട്ടത്തിന് കൊടുക്കുക അല്ലേ? ലാൻഡിന് കിട്ടുന്നത് റെന്റ് ആണ്. റെന്റ് അഥവാ പാട്ടം അല്ലേ? അങ്ങനെയല്ലേ? കുറച്ച് സ്ഥലം നമുക്കുണ്ട്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, പാട്ടത്തിന് കൊടുക്കുന്നു എന്ന് പറയാം അല്ലേ? നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന റിവാർഡാണ്, പ്രതിഫലമാണ്. ലാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വിൽക്കാതെ മറ്റൊരാൾക്ക് കൊടുത്തെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം അഥവാ റെന്റ്. നെക്സ്റ്റ് ലേബറിന് കിട്ടുന്നത് 2 കാര്യങ്ങൾ കിട്ടാം. ലേബറിന് ഏതൊക്കെയാണ്? മാസത്തിലാണ് വരുമാനം കിട്ടുന്നെങ്കിൽ അതിനെ സാലറി എന്നും, ദിവസത്തിലാണ് പൈസ കിട്ടുന്നെങ്കിൽ അതിനെ വേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ലേബറിന് കിട്ടുന്ന, ഒരു തൊഴിലിന് കിട്ടുന്ന അല്ലെങ്കിൽ തൊഴിലാളിക്ക് കിട്ടുന്ന രണ്ട് തരത്തിലുള്ള മണിയാണ്, ഇൻകമാണ്. ഒന്ന് സാലറിയും മറ്റൊന്ന് വേജും. അത് സാലറി എന്ന് വെച്ചാൽ ഒരു മാസമാണ് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു മാസത്തിന്റെ അവസാനമാണ് കിട്ടുന്നുണ്ടെങ്കിൽ സാലറിയും, അത് ഓരോ ദിവസമാണ് കിട്ടുന്നതെങ്കിൽ അതിന് വേജ്, അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ചയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിന് വേജ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്യാപിറ്റലിന് കിട്ടുന്നത്, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. പണിക്ക് കിട്ടുന്നത്, മണി ഇപ്പോൾ ബാങ്കിലൊക്കെ കിട്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ പൈസ കിട്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബാങ്കിൽ ക്യാപിറ്റലിന് കിട്ടുന്നത്, ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ്, പൈസ ബാങ്കിൽ ഇട്ടെങ്കിൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പലിശ കിട്ടും. ഓക്കെ, പലിശ. ഇൻട്രസ്റ്റിന് മലയാളത്തിൽ പറയുന്ന പേരാണ് പലിശ. നെക്സ്റ്റ് ഓർഗനൈസേഷൻ എന്താ കിട്ടുക? ഓർഗനൈസേഷൻ എന്താ വേണ്ടത്? ഒരു സംഘാടകൻ എപ്പോഴും വേണ്ടത്, he will be mainly looking for പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങളാണ്, ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ those factors which are useful for production, which are helpful for production. They are directly or indirectly helping the production process. They are four in number, and they include land, labor, capital, organization. അവയ്ക്ക് കിട്ടുന്ന റിവാർഡാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.